നമസ്കാരം. ADGP MR അജിത് കുമാറിനെ നീക്കാനുള്ള സമ്മർദ്ദം മുഖ്യമന്ത്രിക്ക് മുകളിൽ ഏറുകയാണ്. മുഖ്യമന്ത്രിയുടെ വീട്ടുജോലിക്കാരുടെ ഫോണുകൾ വരെ ചോർത്തുകയാണെന്ന് PV അൻവർ ഇന്ന് ആരോപിച്ചു. അജിത് കുമാറിനെ നീക്കണമെന്ന് അൻവർ ആവശ്യപ്പെട്ടു. തന്റെ വിശ്വസ്തനെ കൈവിടാൻ ഒറ്റപ്പെട്ടിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. അൻവറിന് പിന്നിൽ കണ്ണൂരിലെ നേതാവല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അതിനിടെ ADGPയെ ന്യായീകരിക്കാനുള്ള വ്യഗ്രതയിൽ RSSനെ പ്രമുഖ സംഘടന എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് സ്പീക്കർ AN ഷംസീർ. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. പിണറായി ഒറ്റപ്പെടുന്നു. അൻവറിന് പിന്നിലാരാണ്? RSS CPMനും പ്രധാന സംഘടനയായോ? അജിത് കുമാറിനെ ഇനിയും സംരക്ഷിക്കാനാകുമോ? ഈ ചർച്ചയിൽ ശ്രീ റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ, ശ്രീ ഷിബു മീരാൻ മുസ്ലിം ലീഗ്, ശ്രീ VP ശ്രീപത്മനാഭൻ BJP നേതാവ്, ശ്രീ ജേക്കബ് ജോർജ് നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ റെജി ലൂക്കോസ്. ആദ്യം PV അൻവർ ഉന്നയിച്ച ആരോപണം, സംസ്ഥാനത്തെ ADGPയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നു, അവർ സ്വർണ്ണക്കടത്തും കൊലപാതകവും വരെ നടത്തുന്നു, അതിനുശേഷം ഫോണുകൾ ചോർത്തപ്പെടുന്നു, മന്ത്രിമാർ ചോർത്തപ്പെടുന്നു, മുഖ്യമന്ത്രി ചോർത്തപ്പെടുന്നു. ഇന്നിപ്പോൾ അൻവർ പറയുന്നു മുഖ്യമന്ത്രിയുടെ വീട്ടുജോലിക്കാർ വരെ ഫോൺ ചോർത്തലിനിരയാകുകയാണ് എന്ന്. അതും കടന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായി ചർച്ച നടത്തിയിരിക്കുന്നു, രഹസ്യ ചർച്ച. അതും ഒന്നിലധികം പ്രമുഖ നേതാക്കളുമായി. അതും വെളിയിൽ വന്നു. സാധാരണ നിലയിൽ ഒരു ADGPയെ ചുമതലയിൽ നിന്ന് നീക്കാൻ മതിയായ കാരണങ്ങളാണ്, നേരത്തെ തന്നെ ചെയ്യേണ്ട സാഹചര്യമാണ്. എന്നിട്ടും മുഖ്യമന്ത്രി ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത്? രണ്ട് കാരണങ്ങളാണ് അഭിലാഷ്. ചോദ്യം വളരെ പ്രസക്തമുള്ള ചോദ്യമാണ്. ബഹുമാനപ്പെട്ട PV അൻവർ MLA അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടത്തുന്ന വെളിപ്പെടുത്തലുകൾ ഗൗരവമേറിയതാണെന്നുള്ളൊരു യാതൊരു സംശയമില്ല. ആ ഗൗരവമേറിയാന്നുള്ളൊരു തെളിവ് പിന്നെ നമ്മുടെ പത്രത്തിൻ്റെ SP സസ്പെൻഷനിലേക്ക് വിട്ടതോടുകൂടി തന്നെ അത് തെളിഞ്ഞു കഴിഞ്ഞു. ഇപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് MR അജിത് കുമാർ എന്ന് പറയുന്ന ADGP ക്രമസമാധാന ചുമതലയുള്ള അദ്ദേഹത്തിന് എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം. അദ്ദേഹത്തിനെ മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചില പിന്നെ നടപടിക്രമങ്ങളുണ്ട്. ഇപ്പോൾ ഒന്ന് കേന്ദ്ര കേഡറിലുള്ളൊരു ഒരു ഉദ്യോഗസ്ഥൻ. രണ്ടാമത്തെ കാര്യം, ഈ ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനായിട്ട് DGPയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. അവരിൽ ഒരാൾ തൃശ്ശൂർ DIG അത് ഒരു തൊടുന്യായമാണ്. ഒരു അച്ചടക്ക നടപടി എടുക്കണമെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ കേന്ദ്ര കേഡറിലുള്ള ഉദ്യോഗസ്ഥനാണ്, അച്ചടക്ക നടപടിക്ക് വേണ്ട നടപടിക്രമങ്ങൾ ഉണ്ടെന്ന് വാദിക്കാം. പക്ഷേ അദ്ദേഹത്തെ സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഒരു സ്ഥാനത്ത് നിന്ന്, ഒരു ചുമതലയിൽ നിന്ന് നീക്കണമെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഭരണപരമായ ഒരു തീരുമാനം മതി. ചുമതലയിൽ നിന്ന് മാറ്റൽ ഒരു ശിക്ഷാ നടപടി അല്ലല്ലോ. അപ്പോ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP അജിത് കുമാറിനെ മാറ്റാൻ താങ്കൾ ഈ പറയുന്ന ഒരു നടപടിക്രമത്തിന്റെ ആവശ്യമില്ല. അല്ല, തീർച്ചയായിട്ടും അതിനോട് ഞാനും യോജിക്കുന്ന ഒരാളാണ്. അത് മുഖ്യമന്ത്രിക്ക് ഭരണ തലത്തിലിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് അതിൻ്റെതായ ചില പ്രൊസീജിയേഴ്സ് കാണുമായിരിക്കും. അത് നമുക്കൊന്നും ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. അത് അതിൻ്റെതായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അദ്ദേഹത്തിന് ആവശ്യമായ രീതിയിലുള്ള നടപടികൾ എടുക്കുന്നതാണ് ഞാൻ വ്യക്തിപരമായിട്ട് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ബഹുജനങ്ങളും പിന്നെ പ്രിയപ്പെട്ട സഖാക്കളൊക്കെ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് കടക്കും നിങ്ങൾ ഒരു സംശയം പേരിക്കണം. പിന്നെ മാധ്യമങ്ങൾ വേളം വെക്കുന്നതനുസരിച്ചൊക്കെ ഒരു നടപടി സ്വീകരിക്കാൻ പറ്റുമോ? രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഒന്ന്, പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണങ്ങളെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു. പാർട്ടി എന്ന് പറയുന്നത് CPM എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു ഭരണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ രണ്ടിനും തമ്മിൽ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ആകുമ്പോൾ പോലും LDFിൻ്റെയും CPMൻ്റെയും നയപരമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന LDFിലെ നയങ്ങൾ പിന്നെ നടപ്പിലാക്കാൻ ബാധ്യസ്ഥമാണ് പിന്നെ ഗവൺമെൻറ് എന്നുള്ള ഒരു വസ്തുത ഞാനതൊന്നും നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെതായ രീതിയിലുള്ള നടപടികൾ വരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വിചാരിക്കേണ്ട. പക്ഷേ അന്വേഷണം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് മുഖ്യമന്ത്രിയെ ഉടൻ തന്നെ കോട്ടയത്ത് വെച്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അന്വേഷണം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് ഒരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചോദിക്കുക, ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അന്വേഷണം മുമ്പേ RSSന്റെ പ്രമുഖ നേതാക്കളെ രഹസ്യമായി പോയി കാണുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP എന്നുള്ളത് വസ്തുതയാണല്ലോ. അതിനെന്ത് അന്വേഷണ റിപ്പോർട്ടാണ് വരേണ്ടത്? അദ്ദേഹം RSS നേതാവിനെ അല്ലെങ്കിൽ സർക്കാര്യവാഹ ദത്താത്രേയ ഹൊസബലയെ കണ്ടോ ഇല്ലയോ എന്നത് ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കാനിരിക്കുന്ന കാര്യമാണോ? കോവളത്ത് വെച്ച് റാം മാധവനെ കണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനിരിക്കുന്ന കാര്യമാണോ? നേരത്തെ തന്നെ അത് നടന്നപ്പോൾ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും മുഖ്യമന്ത്രിയെ ബ്രീഫ് ചെയ്യുകയും ചെയ്ത കാര്യമാണ്. ഇത് അന്വേഷിച്ച് പുതുതായി ഒന്നും കണ്ടെത്താൻ ഉള്ള കാര്യമല്ലല്ലോ. ഈ രണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നേതാക്കന്മാരെ കണ്ടത് മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് ഉയർത്തിരിക്കുന്ന ആരോപണങ്ങൾ. PV അൻവർ തന്നെ ഒരു വലിയ രീതിയിലുള്ള 4 or 5 ആരോപണങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് തെളിവ് സഹിതമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്.
ആ കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അതും അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ വരും. അതോടുകൂടി അന്വേഷിച്ചതിന് ശേഷം ഒരു നടപടിയിലേക്ക് വരുന്നതിന് നിങ്ങൾ എന്തിനാണ് അക്ഷമരാകുന്നത്? ഇപ്പോൾ ദത്താത്രേയ ഗോസ്വാമിയെയും അതുപോലെ രാംദേവിനെയും കണ്ടു എന്ന് പറയുന്നു. ആ രണ്ട് കാര്യങ്ങളോടും ഒരു കാരണവശാലും ഇടതുപക്ഷ സ്നേഹികൾ ഒരിക്കലും അതിനെ പിന്തുണയ്ക്കത്തില്ലെന്നുള്ള ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ കേന്ദ്ര സർക്കാരിന് ഒരു ഓർഡർ ഉണ്ട്, അത് അഭിലാഷ് അറിയാമല്ലോ. അതായത് കേന്ദ്ര സർവീസിലുള്ളവർക്ക് RSSന്റെ ചടങ്ങിലോ RSSുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ടോ ചങ്ങാത്തം കൂടാൻ പാടില്ല, കാണാൻ പാടില്ല, അവരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ഒരു പ്രഖ്യാപിതമായ നയം ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്. അത് മാറ്റിയത് ഈ BJP സർക്കാരാ. ഈ അടുത്ത് ഞാൻ പറയുന്നത് അതിലെ നിയമലംഘനത്തെ കുറിച്ചൊന്നുമല്ല. കേരളം ഭരിക്കുന്നത് ഏത് മുന്നണിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ മുന്നണിയുടെ രാഷ്ട്രീയ നയം എന്ത് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അങ്ങനെ ഇരിക്കെ രഹസ്യ കൂടിക്കാഴ്ച സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഒരു പ്രസ്ഥാനവുമായി നടത്തുന്നതിലെ വൈരുദ്ധ്യമാണ് ഇവിടുത്തെ പ്രശ്നം. അതിന്റെ സാങ്കേതികത്വമല്ല. അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയാൽ നിയമപരമായി അല്ലെങ്കിൽ ഈ പറഞ്ഞ ചട്ടലംഘനം, സർവീസ് ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായോ? അതിനപ്പുറത്ത് രാഷ്ട്രീയമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വലങ്കൈയായി നിയോഗിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ സകല ചുമതലകളും ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇങ്ങനെ രഹസ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ എന്തിനാണ് തുടങ്ങിയ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വരേണ്ടതാണല്ലോ. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഷിബു മീരാൻ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന നിലപാട് ഇക്കാര്യത്തിൽ വിജയൻ സ്വീകരിക്കുന്നത് താങ്കൾക്കും സമൂഹത്തിനും ഒക്കെ അംഗീകരിക്കാൻ കഴിയുന്നതാണോ? അഭിലാഷ്, ഇത് ഒരു നിലക്കും സ്വീകാര്യമില്ല. ഇപ്പോൾ അഭിലാഷ് തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട് ഈ ചർച്ചയ്ക്കകത്ത്. ഈ നടപടി എടുക്കുന്നതിന് അന്വേഷണ റിപ്പോർട്ട് ശരിയാണ്. PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കട്ടെ, റിപ്പോർട്ട് വരട്ടെ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സാങ്കേതികമായി പറയാം. പക്ഷേ RSS നേതാവിന് 10 ദിവസങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ തന്നെ 2 പ്രധാനപ്പെട്ട RSS നേതാക്കന്മാരെ കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP പിണറായി വിജയൻ എന്ന ഒരു രാഷ്ട്രീയ ശക്തി കേന്ദ്രം നിയന്ത്രിക്കേണ്ട ഇടതുപക്ഷത്തിന്റെ ഒരു പോലീസ് നയത്തിനകത്ത് ഉറപ്പിച്ചു നിർത്തേണ്ട ഒരാൾ പോയി കണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തെല്ല് സംശയമില്ലാതെ അഭിലാഷ് ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒക്കെ ചില IPS ഓഫീസർമാരും IAS ഓഫീസർമാരും ജുഡീഷ്യൽ ഓഫീസർമാരും ഒക്കെ രാജിവെച്ചിട്ട് ചിലപ്പോൾ BJPയിൽ ചേരാറുണ്ട്. ചിലപ്പോൾ സർവീസിലിരിക്കെ തന്നെ അവർ BJP ആയിട്ടും RSSുമായിട്ടൊക്കെ ചില ബന്ധങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഇടതുപക്ഷവും ഞങ്ങളും ഒക്കെ അതിന് വിമർശിക്കാറുണ്ട്. കാരണം സംഘപരിവാറുമായി ആ രൂപത്തിൽ സർവീസിലിരിക്കുകയോ വിരമിച്ചതിന് ശേഷമുള്ളവരെ കുറിച്ച് നമ്മുടെ വിമർശനം എന്താണ്? അവർ സർവീസിലിരിക്കുമ്പോൾ ഈ വിധേയത്വം പ്രകടിപ്പിച്ചിട്ടുണ്ടാകുമോ എന്നതാണ്. ഇത് ഇടതുപക്ഷത്തിന്റെയും കൺസേൺ ആയിരുന്നു, ഞങ്ങളുടെയും കൺസേൺ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷം ഒരു വിചിത്രമായ നിലപാട് സ്വീകരിക്കുകയാണ്. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അദ്ദേഹം പറഞ്ഞത് ഇവരൊക്കെ പോയി കണ്ട എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്നത് ഈ ADGP അജിത് കുമാറിന്റെ അനുഭവം ഒരു പ്രസിഡന്റായി സ്വീകരിച്ചാൽ കേരളത്തിലുള്ള IAS ഓഫീസർമാരും IPS ഓഫീസർമാരും ഇന്നു മുതൽ അങ്ങോട്ട് ഏത് നിമിഷവും RSS നേതാക്കന്മാരെ പോയി കാണാനും അവരുമായി ചർച്ച നടത്താനും സ്വാതന്ത്ര്യമുള്ളവരാണോ എന്ന് വെച്ചാൽ നിങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ആവർത്തിച്ച് അഭിലാഷ് ഈ അന്വേഷണ പ്രഖ്യാപനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഇദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ? ഇന്ന് ഇന്നും കൂടി അൻവറിന്റെ വാർത്താ സമ്മേളനം കേൾക്കുന്ന അനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന സ്ത്രീയുടെ അടക്കം ഫോൺ ഈ ഗൂഢസംഘം ചോർത്തുന്നു എന്നാണ്. അങ്ങനെയുള്ള ആരോപണ വിധേയനായ ഒരാൾ അൻവർ പിന്നൊന്ന് പറഞ്ഞു വെക്കുന്നത് ഈ ADGP തുടർന്നാൽ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടും എന്നാണ്. അദ്ദേഹത്തിന്റെ സുരക്ഷയിൽ പോലും സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ADGP അജിത് കുമാർ എന്റെ സിമ്പിളായ നേർക്കുനേരെയുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ADGP അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി ഏറ്റവും ചുരുങ്ങിയത് മറ്റൊരു അപ്രധാന തസ്തികയിലേക്ക് മാറ്റി നിർത്തുന്നതിൽ നിന്ന് ഇത്ര ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടും പിണറായി വിജയനെ തടയുന്ന ചേതോവികാരം എന്താണ്? ശരി, അതാണ് ഇവിടെ കേരളത്തിന് അറിയാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യം. എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ളത് ഞാൻ വരാം. ശ്രീ VP ശ്രീപത്മനാഭൻ, ADGP MR ഞാൻ അതിലേക്ക് വരാം, ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. താങ്കൾക്ക് ഇഷ്ടം പോലെ സമയം തരാം. ശ്രീ VP ശ്രീപത്മനാഭൻ, 2 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇവിടെ ADGP നേരിടുന്നു. ഒന്ന്, അദ്ദേഹം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഫോൺ നിരന്തരമായി ടാപ്പ് ചെയ്യുന്നു. ഇന്ന് അൻവർ പറഞ്ഞത് രാഷ്ട്രീയ അട്ടിമറിക്ക് ഗൂഢാലോചന നടത്തുന്നു എന്നുള്ളതാണ്. 2 ക്രിമിനൽ സിൻഡിക്കേറ്റ് നടത്തുന്നു, കൊള്ളയും കൊലയും ഒക്കെ സ്വർണ്ണക്കടത്തും ഒക്കെ നടത്തുന്നു. ഇത് വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ്. അതൊരു ഭരണകക്ഷി MLA ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ അന്വേഷണം നടത്തുക, അന്വേഷണത്തിൽ കാര്യങ്ങൾ വ്യക്തമായാൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം അദ്ദേഹം RSS നേതാക്കളെ കണ്ടു എന്ന വിവരവും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നിമിഷം വരെയും
ഇത്ര വലിയ ഉരുൾപൊട്ടൽ ഇവിടെ ഉണ്ടായിട്ട് അദ്ദേഹത്തിന്റെ ചുമതല പോലും സംരക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കും? താങ്കൾ അതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു? PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി കാലണേന്റെ വില കൊടുത്തിട്ടില്ല എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഞാൻ മനസ്സിലാക്കുന്നത് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ കാരണം എന്താ അറിയോ? അങ്ങോരുടെ ഒരു ടെലിഫോൺ സംഭാഷണം പുറത്തായിപ്പോയി. അത് പുറത്തായിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങോരെ ഒരു ചുക്കും ചെയ്യില്ലായിരുന്നു. അജിത് കുമാർ വിഷയത്തിൽ PV അൻവറിന്റെ ആരോപണത്തിന് മുഖ്യമന്ത്രി കാലണേന്റെ വില കൊടുത്തിട്ടില്ല. പണ്ട് ആനി രാജ പറഞ്ഞിരുന്നു കേരളത്തിലെ പോലീസിൽ RSS ഫ്രാക്ഷൻ ഉണ്ട് എന്ന്. ഇപ്പോൾ CPIക്കാർ കുറേ ദിവസം എന്തോ ബഹളം ഉണ്ടാക്കുന്നു. അതിനൊന്നും പിണറായി വിജയൻ കാൽ പൈസേൻ്റെ വില കൊടുത്തിട്ടില്ല എന്ന്. അതല്ലേ നമ്മൾ ഊഹിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ഒരു ഭരണകക്ഷി MLA ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കിയാൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണമൊക്കെ ഏതോ കാലത്ത് റിപ്പോർട്ട് വരും. ഇന്നലെ MR അജിത് കുമാർ കത്തും കൊടുത്തിട്ടുണ്ട്. എനിക്കെതിരെയുള്ള ആരോപണം കളവാൻ തെളിഞ്ഞാൽ ഉന്നയിച്ചവർക്കെതിരെ കേസെടുക്കണം. അപ്പോൾ ഇതൊന്നും മുഖ്യമന്ത്രി മൈൻഡ് ചെയ്തിട്ടില്ലാന്ന്. നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് നമ്മൾ തൊണ്ട പൊട്ടിക്കുക എന്നല്ലാണ്ട് ചീഫ് മിനിസ്റ്റർ ഇതിന് കാലണേൻ്റെ വില കൊടുത്തിട്ടില്ല. സുജിത് ദാസ് സസ്പെൻഷൻ ആവാൻ കാരണം അയാൾക്ക് അബദ്ധം പറ്റി. അയാളുടെ ഫോൺ കോൾ ടേപ്പ്ഡായിപ്പോയി. അയാൾ വാട്സപ്പിൽ വിളിക്കേണ്ടിയിരുന്നു. ഞാനായിരുന്നെങ്കിൽ വാട്സപ്പിൽ വിളിക്കും. വാട്സപ്പ് ടേപ്പ് ചെയ്യാൻ സാധ്യമല്ല. ഈ റെഗുലർ കോൾ ടേപ്പ് ചെയ്യാം. അപ്പോൾ അത് വാട്സപ്പിൽ ടേപ്പ് ചെയ്യണമെങ്കിൽ ഒരു ടേപ്പ് റെക്കോർഡോ അല്ലെങ്കിൽ ഒരു റെക്കോർഡറോ ഓണാക്കി വെച്ചിട്ട് സംസാരിക്കണം. എന്നാലും വളരെ ഫീബിളായിട്ടൊക്കെ ഇത് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയത് കൊണ്ട് അങ്ങൊരു സസ്പെൻഷനിലായി. ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. PV അൻവർ പറഞ്ഞൊന്നും മുഖ്യമന്ത്രി സീരിയസ് ആയി എടുത്തിട്ടില്ല, എടുക്കാനായിട്ട് പോകുന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ RSS നേതാവിനെ പോയി കണ്ടത് ഈ 2 ആഴ്ച മുന്നേ അല്ലേ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്? മിനിസ്ട്രി ഫോർ പേഴ്സണൽ അഫയേഴ്സ്, അതായത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് RSS പ്രവർത്തിക്കാമെന്ന്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് RSSൽ പ്രവർത്തിക്കാമെന്ന് വരെ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ കണ്ടതിൻ്റെ പേരിൽ അതിന് നടപടി എടുക്കാൻ പോകുന്നത്. അതിൻ്റെ പേരിൽ അജിത് കുമാറിനെതിരെ നടപടി എടുത്താൽ നിയമപ്രകാരം നിൽക്കുമോ? എനിക്ക് സംശയം ഉണ്ട് അക്കാര്യത്തിൽ. അല്ലല്ല, അവിടെ ശ്രീ പത്മനാഭൻ കേരളം ഭരിക്കുന്ന മുന്നണിയുടെ രാഷ്ട്രീയ ലൈൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, മുഖ്യമന്ത്രി ഏറ്റവും വിശ്വസിച്ചു ചുമതല കൊടുക്കുന്ന ഉദ്യോഗസ്ഥൻ ആരും അറിയാതെ രഹസ്യമായ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃനിരയിലെ രണ്ടാമനെ കാണണമെങ്കിൽ അതിൽ നിശ്ചയമായും ചില കാര്യങ്ങൾ ഉണ്ടാകും. അതൊരു വളരെ നിഷ്കളങ്കമായി നടന്ന ഒന്നാകാനേ വഴിയില്ല. ഇപ്പൊ അച്ചടക്ക നടപടി എടുക്കുന്നതിനല്ലേ താങ്കൾ ഈ പറയുന്ന സാങ്കേതികത്വവും നിയമപ്രശ്നവും ഒക്കെ? ഏത് ചുമതലയിൽ ഈ ഉദ്യോഗസ്ഥനെ ഇരുത്തണമെന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ താല്പര്യമല്ലേ? അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് തന്നെ എല്ലാ കാലത്തും ഇരുത്തിക്കൊള്ളണം എന്ന് മുഖ്യമന്ത്രിക്ക് വാശി ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അതിനിപ്പം മുഖ്യമന്ത്രിക്ക് മാറ്റാൻ സൗകര്യമില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും ദിവസത്തെ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? സൗകര്യമില്ല. MR അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിന് മാറ്റാൻ എനിക്ക് സൗകര്യമില്ല എന്ന് മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞിരിക്കുക. നമുക്ക് നാളെ നേരം വെളുക്കുന്നവരെ ചർച്ച ചെയ്യാം. ഞാനിവിടെ ഇരിക്കാൻ തയ്യാറാണ്. ശരി, ഓക്കെ. ശ്രീ ജേക്കബ് ജോർജ്, എന്തുകൊണ്ട് MR അജിത് കുമാറിന് ഈ സംരക്ഷണം കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPIക്ക് വലിയ അതൃപ്തിയുണ്ട്. അവരതൃപ്തിയിലാണ് എന്ന് പറയുമ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നത് പിന്നെ ഞാൻ തൃപ്തിയിലാണോ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാണ്. നമ്മളോട് ചോദിക്കുകയാണ്, ഞാൻ തൃപ്തിയിലാണോ ഇതൊക്കെ പറയുന്നത് എന്ന്. അപ്പോൾ പാർട്ടിക്ക് അതൃപ്തിയുണ്ട്, മുന്നണിക്ക് അതൃപ്തിയുണ്ട്, പിണറായി വിജയൻ ഒഴികെയുള്ള സകല ആളുകൾക്കും അതൃപ്തിയുണ്ട്. പക്ഷേ MR അജിത് കുമാറിന് സ്ഥാനചലനം ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? അദ്ദേഹത്തിന്റെ കോൾ കട്ടായെന്ന് തോന്നുന്നു. ഒന്നുകൂടി കണക്ട് ചെയ്യുമ്പോൾ ആ ചോദ്യത്തിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൗകര്യമില്ല പിണറായി വിജയൻ എന്നുള്ളതാണ്. സാമാന്യമായി നമ്മൾ അത് മനസ്സിലാക്കണം. സൗകര്യമില്ല, അത് തന്നെ. അൻവറല്ല ആരെന്ത് പറഞ്ഞാലും, പാർട്ടി ഇനി എന്ത് നിലപാട് സ്വീകരിച്ചാലും സൗകര്യമില്ല എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ സൗകര്യമില്ല, അത്രയേ ഉള്ളൂ. അഭിലാഷ്, അതിലേക്ക് വരുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട സംഭവവാസങ്ങൾ ഇത് രാജ്യത്തുണ്ടായിട്ടുണ്ട്. കേവലം മാസങ്ങൾക്ക് മുമ്പ് മാത്രം കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് നേടി പാർലമെന്റ് എത്തിയ ഒരു മുതിർന്ന MP, കോൺഗ്രസിന്റെ MP, BJPയിലേക്ക് ചേരണമെന്നും പറഞ്ഞുകൊണ്ട് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് അങ്ങോട്ട് സമീപിച്ചിരിക്കുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ പ്രചാരണമുള്ള റെപ്യൂട്ടഡായുള്ള മാധ്യമത്തിന്റെ ഡൽഹി എഡീഷനാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഡൽഹി എഡീഷൻ പുറത്തുവിടുന്ന പറഞ്ഞാൽ രാജ്യത്തിന്റെ ശ്രദ്ധ തന്നെ വരുവാണ്. അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞത് ഞാനിവിടെ ഇരിക്കുന്ന കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയുടെ MLA, അവര് പിന്നെ BJPയുടെ ലീഗൽ സെല്ലിലേക്ക് ഇന്ന് എടുത്തിരിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല? അതിലും ചർച്ചയുണ്ട്. ഈ വിഷയം നിങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നില്ലേ? പിണറായി വിജയനെ നിങ്ങൾ തേച്ചൊട്ടിക്കാൻ തുടങ്ങുന്ന ദിവസങ്ങൾ ഏത് എം പിയാണ് BJPയിൽ ചേരാൻ വേണ്ടി ചർച്ച നടത്തിയത്?
എന്നുള്ളത് പുറത്തു വരട്ടെ, ചർച്ച ചെയ്യാം. പലരും BJP-യിൽ പോയിട്ടുണ്ട്, പത്മജ വേണുഗോപാൽ BJP-യിൽ പോയിട്ടുണ്ട്, കോൺഗ്രസിൽ നിന്ന് പലരും BJP ചേർന്നിട്ടുണ്ട്. നോക്കട്ടെ ആരാണ് ഏത് MP ആണ് BJP-യിൽ ചേരാൻ ചർച്ച നടത്തിയതെന്ന് വെളിവായ നമുക്കത് ചർച്ച ചെയ്യാം. അപ്പോ ഇങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ ലാൻഡ്സ്കേപ്പ് മാറുന്നുണ്ട്. ഇന്ന് കേരളത്തിന്റെ ആദരണീയനായ സ്പീക്കർ പറയുന്നത് RSS ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയല്ലേ എന്നാണ്. സാധാരണ നിലയിൽ കണ്ണൂരൊക്കെയുള്ള CPM-കാർ RSS എന്ന് പറഞ്ഞാൽ RSS എന്ന് മാത്രം പറയില്ല, RSS ഗുണ്ടകൾ എന്നോ RSS ഫാസിസ്റ്റുകൾ എന്നോ ഒക്കെ പറയാറുള്ളൂ. ആ ലാംഗ്വേജിനും ആ ഭാവത്തിനും ശരീരഭാഷയ്ക്കും ഒക്കെ വല്ലാതെ മാറ്റം വരുന്നുണ്ട്. ഇതാണ് അഭിലാഷ നിങ്ങളുടെ സെലക്റ്റീവായിട്ടുള്ള നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ നയങ്ങളും. എന്താണെന്നറിയോ, RSSന്റെ ഒരു നേതാവിനെ കണ്ടിട്ടുണ്ട്, പിന്നെ ഈ പറയുന്ന MR അജിത് കുമാർ എന്ന് തൃശ്ശൂർ പത്രസമ്മേളനം നടത്തി ആളിന്റെ പേര് നിഷേധിച്ചാൽ ഞാൻ പിന്നീട് പറയാം, എവിടെ വെച്ച് കണ്ട തെളിവ് പറയാമെന്ന് പറഞ്ഞാൽ വീഡിയോ ശേഷം പറഞ്ഞ അന്ന് നിങ്ങൾ ഇത് ചർച്ചയ്ക്കെടുത്തു. അപ്പോൾ പിന്നെ നിങ്ങൾ പറയുന്നത് പേര് പറയാതെ പേര് വെളിയിൽ വരാതെ കോൺഗ്രസ് MP-യുടെ കാര്യം ചർച്ച ചെയ്യലെന്ന് പറഞ്ഞാൽ എന്ത് ന്യായമായതിനകത്തുള്ളത്? പറഞ്ഞിരിക്കുന്നു ഒരു വ്യവസായം ഏത് MP ആണ് എന്നറിയാതെ എങ്ങനെയാണ് ഏത് MP ആണ് കോൺഗ്രസിൽ നിന്ന് BJP-യിൽ ചേരാൻ പോയതെന്ന് അറിയാതെ നമ്മൾ എങ്ങനെ അത് ചർച്ച ചെയ്യും? VD സതീശൻ വളരെ കൃത്യമായി MR അജിത് കുമാർ തൃശ്ശൂരിൽ പാറമേക്കാവിൽ വെച്ച് ഇങ്ങനെ ദത്താത്രേയ ഹൊസബലയുമായി കൂടിക്കാഴ്ച നടത്തി, തീയതി അടക്കം പറഞ്ഞു, കൂടുതൽ നിഷേധം വന്നാൽ കൂടുതൽ വെളിപ്പെടുത്താമെന്നും പറഞ്ഞു. അതിൽ മെറ്റീരിയൽ ഉണ്ട്, അതുകൊണ്ട് ചർച്ച ചെയ്തു. നാളെ കോൺഗ്രസിന്റെ MP ആരാണ്, എവിടെ വെച്ച് ചർച്ച നടത്തി എന്ന് താങ്കൾക്ക് പറയുകയാണെങ്കിൽ അത് ചർച്ച ചെയ്യാം. താങ്കളോ ആരോ പറയട്ടെ, അപ്പൊ നമുക്കത് ചർച്ച ചെയ്യാം. അല്ലല്ലല്ല, RSSന്റെ ഒരു നേതാവിനെ കണ്ടിരിക്കുന്നു, നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളിന്റെ പേര് സഹിതം ഞാൻ പുറത്തുവിടാം. MR അജിത് കുമാറിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. PV അൻവർ ആ സ്ഥലവും അഭിലാഷ തെറ്റിദ്ധരിപ്പിക്കരുത്. അത് കഴിഞ്ഞ് 11:53 ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ തൃശ്ശൂർ പത്രസമ്മേളനം നടത്തുന്നു. 12 മണിക്ക് അൻവർ പത്രസമ്മേളനം നടത്തി മുഴുവൻ കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവന്നു. അഭിലാഷ് തെറ്റിദ്ധരിപ്പിക്കരുത്. അപ്പോൾ ഈ കോൺഗ്രസ് MP പോകുന്ന ഇന്ത്യൻ എക്സ്പ്രസിനെ പോലൊരു മാധ്യമം പുറത്തുവിട്ട് ഈ നിമിഷം വരെ ഒരു കോൺഗ്രസിന്റെ നേതാവ് നിശ്ചയിച്ചിട്ടില്ല. അത് നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ആളുടെ പേരെന്തായാലും ആട്ടെ, നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? എന്താണ് ഇത്? നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകണ്ട. പേരില്ലാത്ത MP നാഥനെ തേടുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ചർച്ച നടത്താൻ വേണമെങ്കിൽ ഇവിടുത്തെ ഈ അടിസ്ഥാനപരമായ വിഷയം നോക്കൂ. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് സൗകര്യമില്ല എന്നുള്ളതൊരു കാതലായ വിഷയമല്ലേ? എന്തുകൊണ്ടാണ് ഈ ADGPക്ക് ഭരണകക്ഷി MLA പറയുന്നത് ഞാൻ ആപ്പിലായി പോകും, അല്ലെങ്കിൽ എന്റെ ജീവന് ഭീഷണിയുണ്ട് എന്നാണ്? ഒരു ഭരണകക്ഷി MLAക്ക് അദ്ദേഹം തോക്ക് ലൈസൻസിനൊക്കെ അപേക്ഷ കൊടുത്തിരുന്നു. അദ്ദേഹം പറയാണ് ഈ ADGPയെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ കാര്യം തീരുമാനത്തിലാവുമെന്ന്. അല്ല അഭിലാഷ, ചാണ്ടി ഉമ്മന്റെ പേര് പുറത്തു വന്നില്ലേ? നിങ്ങൾ ബ്രേക്കിംഗ് കൊടുത്തില്ലേ? ചാണ്ടി ഉമ്മനെ BJP-യുടെ ലീഗൽ സെല്ലിലേക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ BJP-യുടെ ലീഗൽ സെല്ലിൽ എന്തിനാണ് കോൺഗ്രസ് MLA ഇരിക്കുന്നത്? BJP-കാർക്ക് എന്തുമാത്രം അഡ്വക്കേറ്റ് ഉണ്ട്? അവരാരെങ്കിലും വെച്ചാ പോരെ? അതെന്തിനാണ് അഭിലാഷനായിരിക്കുന്നത്? അഭിലാഷ് തന്നെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് കള്ളം പറഞ്ഞാൽ പിന്നെ ഞാൻ ചാണ്ടി ഉമ്മനെ BJP-യുടെ ലീഗൽ സെല്ലിൽ എടുത്തോ? എവിടെ BJP-യുടെ ലീഗൽ സെല്ലിൽ ചാണ്ടി ഉമ്മനെ എടുത്തു എന്ന് പറഞ്ഞത്? ഞാൻ എവിടെയാ ഒരു BJP-യുടെ ലീഗൽ സെല്ലിൽ ചാണ്ടി ഉമ്മനെ എടുത്തോ? അഭിലാഷ് അങ്ങനെ വെളുപ്പി അല്ല പറയൂ ചാണ്ടി ഉമ്മനെ BJP-യുടെ ലീഗൽ സെല്ലിൽ എടുത്തോ? നാഷണൽ ഹൈവേ NHAIയുടെ അഭിഭാഷകരുടെ പാനലിൽ ചാണ്ടി ഉമ്മൻ 2 കൊല്ലം മുമ്പ് എന്തോ അപേക്ഷ കൊടുത്തത് പേര് വന്നു. അല്ലാതെ BJP-യുടെ IT സെല്ലിലല്ലോ, അല്ലെങ്കിൽ ലീഗൽ സെല്ലിലല്ലോ. ലീഗൽ സെല്ലിൽ BJP-ക്കാരായ അഡ്വക്കേറ്റുമാർക്ക് പഞ്ഞുണ്ടോ? അവരായി ശ്രീപത്മനാഭനൊക്കെ അദ്ദേഹമൊക്കെ വക്കീലാണ്, അതുകൊണ്ട് എത്ര അഡ്വക്കേറ്റ്സ് ഉണ്ടാവും? അഭിലാഷ് അതാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 2 വർഷം മുമ്പ് BJP-യിലായിരുന്നോ പിന്നെ ചാണ്ടി ഉമ്മൻ? നിങ്ങൾ ഈ പറയുവാണെന്നുണ്ടെങ്കിൽ ആണോ? അല്ലല്ലോ. ചാണ്ടി ഉമ്മൻ 2 വർഷം BJP-യിലായിരുന്നോ? 2 വർഷം മുമ്പ് അദ്ദേഹത്തിന് പേര് കൊടുത്തു. അദ്ദേഹം BJP-യുടെ ലീഗൽ സെല്ലിൽ ചേർന്നിട്ടില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അഭിഭാഷകരുടെ പാനലിൽ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ചാണ്ടി ഉമ്മന്റെ പേര് വന്നു എന്നാണ് ഇന്ന് വന്ന വാർത്ത. ആര് പറഞ്ഞു? അത് തന്നെയാണ് ഞാനും പറയുന്നത്. അത് തന്നെയാണ് പറയുന്നത്. അത് കേട്ടിട്ട് തന്നെ എവിടെ ഇരിക്കുന്നത്? എന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഒരു മാധ്യമം ബ്രേക്ക് കൊടുത്തതിന്റെ. ഞാൻ അന്നേരം ഒരു ചർച്ച ഇരിക്കുമ്പോഴാ നിങ്ങൾ BJP ചേർന്ന് ആര് പറഞ്ഞു? നാളെ BJP-യിലേക്കുള്ള വഴി വെട്ടുവാ. അങ്ങനെ ഒരു സംശയത്തിന്റെ
അല്ല അത് തന്നെ തീർച്ചയായിട്ടും ഞാനത് തന്നെ പറയണം. നിങ്ങൾ അതൊക്കെയല്ലേ ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇതുപോലെ രാജ്യത്ത് ഇന്ത്യൻ എക്സ്പ്രസ് നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് തള്ളി പറയുന്നുണ്ടോ? പറഞ്ഞോ, അങ്ങനെയാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിനൊന്നും തള്ളി പറയുന്നില്ല. അതിന്റെ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഇട്ടിരിക്കുന്ന ഒരു വാർത്ത ഇന്ത്യൻ എക്സ്പ്രസിലല്ല, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലാണ്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനെ ഒന്നും തള്ളി പറയുന്നില്ല. വാർത്ത വരട്ടെ, ആ വാർത്ത വരട്ടെ, അന്നേരം അത് ചർച്ച ചെയ്യാം. ആരാണ് നോക്കട്ടെ. അപ്പോൾ നമുക്കത് ചർച്ച ചെയ്യാം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഐ വിൽ ഗോ. ഓക്കെ, ഞാൻ വരാം. ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞൊരു MP ഇവിടെ ഇല്ലേ? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന ഇന്റർവ്യൂ മുഴുവൻ കണ്ടതാണോ? അപ്പൊ നിങ്ങൾക്കൊരു ബാധ്യത. അല്ലല്ല, ആ ഇന്റർവ്യൂ കണ്ടതാണോ? ആ ഇന്റർവ്യൂ താങ്കൾ മുഴുവൻ കണ്ടതാണോ? ഞാനതെല്ലാം കണ്ടതാ. എനിക്ക് പോകണമെങ്കിൽ പോകും, അതിന് വേറെ ആരുടെയും സമ്മതം വേണ്ട. അല്ല, എനിക്ക് പോകണമെങ്കിൽ നിങ്ങളെ പേടിയില്ല എന്നാണ് പറഞ്ഞത്. ഇതിൽ വെളുപ്പിക്കലൊന്നുമല്ല. എല്ലാ കാര്യങ്ങളും ഫാക്ച്വലായി സംസാരിക്കണം, അത്രേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഫാക്ച്വലായി സംസാരിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ വരാം. ഞാൻ പറഞ്ഞു എന്താണെന്ന്. അല്ലെങ്കിൽ ഞാൻ പോകത്തില്ലെന്ന് പറയണ്ടേ? അഭിലാഷേ, നിങ്ങൾ എന്തിനാണ് അങ്ങനെയല്ല? താങ്കൾ ബിജെപിയിൽ പോകും എന്ന് പ്രചരണമുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് പോകണമെങ്കിൽ പോയാ പോരെ എന്ന അർത്ഥത്തിലാണ് കെ സുധാകരൻ താങ്കൾ പറയുന്ന പ്രസ്തുത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിനേക്കാൾ സ്പഷ്ടമായി അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. ഞാൻ തന്നെ 2021 എടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹം കുറച്ചുകൂടി വ്യക്തമായി പറയുന്നത് വേണമെങ്കിൽ പോകാമെന്ന മട്ടിൽ. അതൊക്കെ ചരിത്രമാണ്. കണ്ണൂരിലെ അല്ലല്ലേ കണ്ടത് ചോദിക്കുമ്പോൾ ശരി, കെ സുധാകരൻ ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞതുകൊണ്ട് ദത്താത്രേയ ഹൊസബലെ ആയാലും സർസംഘചാലകനെ ആയാലും ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ദൂതനായോ അല്ലാതെയോ കാണാം ADGPക്ക് എന്നാണോ? ശരി, അവരും ചെയ്യുന്നുണ്ട്, ഞങ്ങളും ചെയ്യുന്നുണ്ടെന്നാണ്. എനിക്ക് മനസ്സിലായില്ല അതിന്റെ പോയിന്റ് എന്താണ്. കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നാളെ ഒരു നാളെ ഒരു കോൺഗ്രസ് MP BJP പിന്നെ ഞങ്ങളായിട്ട് എന്തിനാണ് RSSനോട് ഐക്യം കാണിക്കേണ്ടതെന്നാണോ? എനിക്ക് മനസ്സിലായില്ല. എന്താ കെ സുധാകരൻ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന കാര്യം പറഞ്ഞു. അങ്ങനെ പലതും പറയുന്നതുകൊണ്ട് ഇപ്പോ ADGP RSSന്റെ അടുത്ത് പോയാൽ എന്താണെന്നാണോ താങ്കൾ പറയാൻ ശ്രമിക്കുന്നത്? ലോജിക്ക് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. BJPയിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നവരെ നിങ്ങൾ കണ്ടവാനും സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചത് മാത്രമേ. ആരെയും ഒരാളെയും സുഖിപ്പിക്കേണ്ട കാര്യവുമില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജേക്കബ് ജോർജ്, ശരി, കേട്ടതല്ലേ അഭിലാഷേ? ഞാൻ പറഞ്ഞതിൽ എനിക്ക് വ്യക്തത. ഈ കേൾക്കുന്ന ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ? ആരാണ് BJPയിലേക്ക് പോകാൻ നിൽക്കുന്ന MP എന്ന് പേര് വരട്ടെ, അദ്ദേഹത്തെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യാം നമുക്ക്. അതല്ലാതെ ഇപ്പോ അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതി വരുത്താൻ ഞാൻ സത്യസായി ബാബയൊന്നും അല്ലല്ലോ. ശ്രീ ജേക്കബ് ജോർജ്, എന്തിന് ഈ ADGPയെ ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? CPM പാർട്ടിക്കകത്ത് ഇക്കാര്യത്തിൽ എതിരഭിപ്രായമുണ്ട്. സംസ്ഥാന സെക്രട്ടറി ആനുഷംഗികമായി അത് സൂചിപ്പിക്കുന്നുണ്ട്. തൃപ്തിയില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. CPIക്ക് ശക്തമായ അഭിപ്രായമുണ്ട്. ഇന്ന് CPMന്റെ MLA ആയ CPMന്റെ പാർലമെന്ററി പാർട്ടി അംഗമായ അൻവർ എങ്ങനെയെങ്കിലും ആ ADGPയെ പുറത്താക്കൂ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരുടെ ഫോൺ വരെ ഈ ADGPയുടെ നേതൃത്വത്തിൽ ചോർത്തുകയാണെന്ന് പറഞ്ഞിട്ടും ഒരനക്കവുമില്ലാത്തത് എന്തുകൊണ്ടായിരിക്കും? അഭിലാഷേ ഈ ചർച്ചയിൽ ഉന്നയിച്ച് 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ആദ്യം പറഞ്ഞ കാര്യം, മുഖ്യമന്ത്രി എന്തുകൊണ്ട് MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു. രണ്ടാമത് ഫോൺ ചോർത്തൽ. ഇതിന് രണ്ടിനും എനിക്ക് എൻ്റേതായ തരത്തിൽ ഒരു ഉത്തരം പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു? പ്രത്യേകിച്ച് ദത്താത്രേയ ഹൊസബലയെ രഹസ്യമായിട്ട് സ്വന്തം ഔദ്യോഗിക ഹോട്ടലിൽ ഇട്ടിട്ട് രഹസ്യമായി പോയ കാര്യം ഒരിക്കലും ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പോട്ടെ, കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ, അതും റെസ്പോൺസിബിളായിട്ടുള്ള അങ്ങേയറ്റം ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട കാര്യമല്ല. ഒരിക്കലും അദ്ദേഹം അത് ചെയ്യരുതായിരുന്നു. അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും അന്തർധാരകളുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ പല സംശയങ്ങൾക്കും ഇടയാക്കിയിരിക്കുകയാണ്. അത് ചെയ്യരുതായിരുന്നു. മുഖ്യമന്ത്രി അടിയന്തരപ്പെട്ട നടപടി എടുക്കുക തന്നെ വേണം. അതിനൊരു അനുബന്ധം കൂടിയുണ്ട് അഭിലാഷ്. എല്ലാവരും ബഹുമാനപ്പെട്ട റെജി ലൂക്കോസും ഷിബു ബീരാനും ഒക്കെ കേൾക്കേണ്ട കാര്യമാണ്. ഇത് മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി എന്നൊന്ന് വയ്ക്കുക. തൃശ്ശൂരിൽ പാറേമക്കാവിൽ ആരെ കാണാനാണ് പോയത്? RSSൻ്റെ ദേശീയ നേതാവ്
ദത്തത്രയ ഹൊസബലെ കാണാൻ പോയതാണ് അദ്ദേഹം. RSSൻ്റെ ദേശീയ നേതാവ്, ഇന്ത്യയുടെ BJP ഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നേതാവ്. ഇന്ന് IPS സർവീസ് എന്ന് പറയുന്നത് കേന്ദ്ര സർവീസാണെന്ന് അറിയാമല്ലോ. കേന്ദ്ര സർവീസാണ് IPS, ഇന്ത്യൻ പോലീസ് സർവീസാണ്. IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അവിടേക്കുള്ള ഉദ്യോഗസ്ഥരുടെ ചരടുമുഴുക്കിയും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്. ഇവിടുന്ന് പുറത്തിറങ്ങുന്ന അദ്ദേഹം, നമ്മുടെ ഇവിടുത്തെ പഴയ DGPമാരുണ്ടല്ലോ, സെൻകുമാറും ജേക്കബ് തോമസും ഒക്കെ പലതും പ്രതീക്ഷിച്ചു. RSSൻ്റെയും BJPയുടെയും ഒക്കെ പുറകെ നടന്നു. എങ്ങോട്ടും അവർ എത്തിയില്ല എന്നുള്ളത് വേറെ കാര്യം. ഇന്ന് ഈ ADGP MR അജിത് കുമാറിനെ എതിരെ ശിക്ഷാ നടപടി എടുത്താൽ BJP ഗവൺമെൻറ് കേന്ദ്രത്തിലേക്ക് വിളിക്കുകയില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും ഉത്തരവാദിത്വത്തോട് പറയാൻ കഴിയുമോ അഭിലാഷ്? അവിടെ നിന്നിട്ട് CBIയുടെയോ മറ്റോ ഒരു ചുമതല കൊടുത്താലോ എന്തായിരിക്കും സ്ഥിതി? MR അജിത് കുമാർ ഫ്രം CBI, ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആ ഒരു അപകടം എനിക്ക് തോന്നുന്നത് ഒരു വലിയ അപകടം തന്നെയാണ്. അതുകൊണ്ട് ഈ കേസ് അൻവർ കൊടുത്ത കേസെങ്കിൽ അൻവർ കൊടുത്ത കേസ്, ഇതുണ്ടാക്കിയ രാഷ്ട്രീയ നഷ്ടമെങ്കിൽ നഷ്ടം. അതേക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരു ഇടതുപക്ഷമെന്നല്ല, ആര് കേരളത്തിൽ ഭരിച്ചാലും ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായാലും കോൺഗ്രസിൻ്റെയോ UDFൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ ഗവൺമെൻറ് ഉണ്ടായാലും ഇതേ ഭീഷണിയുണ്ട്, ഇതേ പ്രശ്നം അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. സ്വാഭാവികമാണത്. അത് വലിയ പ്രശ്നം തന്നെയാണ്, ഗുരുതരമാണ്. പിന്നീട് ഫോൺ ചോർത്തുന്ന കാര്യം അഭിലാഷേ, ഈ MR അജിത് കുമാർ തൃശ്ശൂരിൽ RSS നേതാവിനെ കണ്ട വിവരം ആരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചത്? അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു സാധാരണ SI, സ്വന്തം DGP, ADGP, അദ്ദേഹം ഒരു RSSകാരനെ കാണാൻ പോയ കാര്യം രഹസ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കേരളത്തിൻ്റെ ഒരു അതാണ് ഇൻ്റലിജൻസ്. ഇതാരാ? നമ്മുടെ പ്രധാനപ്പെട്ട എൻ്റെ ബഹുമാനപ്പെട്ട അതിഥികൾക്ക് ഈ ഇൻ്റലിജൻസ് സംവിധാനത്തിൽ, ഞാൻ തിരുവനന്തപുരത്തൊരു പത്രക്കാരനായതുകൊണ്ട് എനിക്കറിയാം. ഈ പത്രക്കാരുടെ മുമ്പ് പോലീസ് SBI സ്പെഷ്യൽ ബ്രാഞ്ചുകാർ വരും, ഇൻ്റലിജൻസുകാർ വരും, വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി. തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ പ്രസ് കോൺഫറൻസ് നടന്ന അന്നൊക്കെ എന്താ സാറേ പറഞ്ഞേ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ വരുമായിരുന്നു കുറിച്ചെടുക്കാൻ. എന്ത് നിസ്സാര കാര്യവും അവർ റിപ്പോർട്ട് ചെയ്യും. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ MR അജിത് കുമാർ എന്ന അഡീഷണൽ DGP ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ തൃശ്ശൂരിൽ പാറമേക്കാവിൽ രഹസ്യമായിട്ട് RSS നേതാവിനെ സന്ദർശിച്ചപ്പോൾ അതുവരെ ചോർത്തിയെടുത്ത് കൊടുത്ത പോലീസാണ് മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് താല്പര്യം എന്നുള്ളത് ചർച്ചയിലേക്ക് വീണ്ടും. ഷിബു മീരാൻ, ഇന്ന് PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം MR അജിത് കുമാർ കേരളത്തിൽ രാഷ്ട്രീയ അട്ടിമറിക്ക് ശ്രമിച്ചു എന്നാണ്. രാഷ്ട്രീയ അട്ടിമറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേരളം ഭരിക്കുന്നത് ഭൂരിപക്ഷമുള്ളൊരു സർക്കാരാണ്. അങ്ങനെ കുറച്ച് MLA മാർ മാറിയാൽ പോലും സർക്കാരിൻ്റെ സ്ഥിരതയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഒരുപക്ഷെ കടത്തി പറഞ്ഞതാകാം. പക്ഷെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഒരു ഉദ്യോഗസ്ഥൻ നടത്തി എന്നൊരു ആരോപണം വരുമ്പോൾ അത് രാഷ്ട്രീയമായി പരിശോധിക്കുക എന്നുള്ളത് സാധാരണ നിലയിൽ മുന്നണികൾ ചെയ്യാറുള്ളതാണ്. ഭരണമുന്നണിക്ക് അതിന് പോലും കഴിയാത്ത ഒരവസ്ഥയുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഇപ്പോൾ PV അൻവർ ആവർത്തിച്ച് പറയുന്ന ഒരൊറ്റ വാചകം അദ്ദേഹം 2-3 ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത്, എന്നെ ഈ വെളിപ്പെടുത്തലുകളുടെ വാർത്താ സമ്മേളനയുടെ പശ്ചാത്തലത്തിൽ പലവട്ടം കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ഞാൻ ഫോൺ എടുത്തില്ല, ഞാൻ ഫോൺ ഓഫ് ചെയ്തു, എൻ്റെ ഡ്രൈവറോട് ഫോൺ ഓഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടു, പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർത്തിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്കുള്ളൂ എന്ന് വെച്ചാൽ അതിൻ്റെ ധ്വനി എന്ന് പറയുന്നത് ഇത് മുഴുവൻ ജനങ്ങളോട് പറയാതെ അവിടെ പോയി സ്വകാര്യമായി പറഞ്ഞാൽ അട്ടിമറിക്കപ്പെടും എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അനുപൂരകമായി ഇതുകൂടി ചേർത്ത് വയ്ക്കുമ്പോൾ സംഗതി കൃത്യമാണ്. അൻവർ പുട്ടിന് പീരയിടും പോലെ മുഖ്യമന്ത്രി മഹാനാണ്, കൊള്ളാവുന്ന ആളാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പൂർണ്ണമായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അവിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം പുതുതായി വിശ്വാസം അർപ്പിക്കുന്നത് ആരെയാണ് എന്നത് വേറെ ചർച്ചയാണ്. ഇനി 1-2 കാര്യങ്ങൾ കൂടി പറയാൻ അഭിലാഷ് എന്നെ അനുവദിക്കും. ഇവിടെ ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രതി ഞാൻ വളരെ വിഷമത്തോടുകൂടി പറയുകയാണ്. നമ്മളിപ്പോൾ കോൺഗ്രസിൻ്റെ ഏതോ ഒരു MP പോകാൻ പോകുന്നൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു. അപ്പോഴേ അത് ചർച്ചയ്ക്കെടുക്കണമെന്നാണ് കേരളത്തിൻ്റെ സ്പീക്കർ. ഞാൻ റെജി ലൂക്കോസിനോട് എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് പറയാണ്. എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം ഒരു SFI നേതാവാണ്. ഷംസീർ പ്രദാനം ചെയ്യുന്ന തലശ്ശേരി മണ്ഡലത്തിൻ്റെ വിളിപ്പാടകലെ അവിടെ തൊക്കിലങ്ങാടിയിൽ
പുഴവക്കത്ത് ഒരു വീടുണ്ട് സഖാവ് റെജി ലൂക്കോസ്. നെഞ്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഒരു അമ്മയുണ്ട്, സഖാവ് KV സുധീഷിന്റെ അമ്മ. SFIയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുമ്പോൾ RSSകാർ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയതാണ്. ഇവിടെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഗുണ്ടകളെന്നല്ലാതെ ഫാഷിസ്റ്റുകളെന്നല്ലാതെ ഒരു പ്രസംഗത്തിൽ പോലും RSSനെ വിളിക്കാതിരുന്ന കേരളത്തിലെ CPMന്റെ ലീഡർഷിപ്പ് ഇപ്പൊ സുപ്രധാന സംഘടനയാണ്. പോയി കണ്ടാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിലപാടുകൾ അടിയറ വെച്ച് കീഴടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ മലയാളം എന്ന് പറയുന്നത്. അത് കൃത്യമായി കേരളത്തിന് ബോധ്യപ്പെടുന്നുണ്ട് എന്നുകൂടി എന്ത് ചെയ്തോ നമ്മൾ മനസ്സിലാക്കുക. ഇടതുപക്ഷ നിലപാടുകൾ വെച്ച് സമ്പൂർണ്ണമായും കീഴടങ്ങിയിരിക്കുന്നു. ഞാൻ ആദ്യം ചോദിച്ച ഒരു ചോദ്യത്തിന് സ്ട്രെയിറ്റ് ആയ ഒരു ആൻസർ ഉണ്ടോ? ഈ സംഘപരിവാറിന്റെ കടന്നുകയറ്റത്തെ മുഴുവൻ ഇരട്ടച്ചങ്ങിന്റെ കരുത്തുകൊണ്ട് വാളയാർ ചുരത്തിന്റെ അപ്പുറം ഞാൻ തടുത്തു നിർത്തിക്കോളാം എന്നും പറഞ്ഞ് റീൽസ് ഇറക്കിയിട്ടാണ് ഈ വിദ്വാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. അദ്ദേഹത്തിന്റെ ഓർഡറിലെ ഒരു പോലീസ് ഓഫീസർ ഊഴം കാത്തു നിന്ന് RSSകാരനെ കണ്ട് ചർച്ച നടത്തിയതിന്റെ വാർത്ത പുറത്തു വരുമ്പോൾ ഒന്നങ്ങോട്ട് മാറിയിരിക്കുക എന്ന് പറയാനുള്ള ആർജവമില്ല. പിന്നെ എങ്ങനെ ഈ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റി കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും? നിങ്ങൾ UDFനെ വിട്, കേരളത്തിൽ നിങ്ങളെ വിശ്വസിച്ച ജനങ്ങളോട് നിങ്ങൾക്കൊരു പ്രതിബദ്ധതയില്ല. അവസാനമായി ഒരു കാര്യം കൂടി, ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് പറഞ്ഞാൽ കടമ്മനിട്ട പ്രൊഫസർ MN വിജയൻ ഇടതുപക്ഷത്തിന് തെറ്റുപറ്റുമ്പോൾ അത് തിരുത്തിയവരാണ് കൂടെ നടന്നവർ. ഉളുപ്പുകൊണ്ട് പാർട്ടിയുടെ അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ന്യായീകരിക്കാൻ വരാതിരിക്കുമ്പോൾ നിങ്ങൾ ഈ വന്നതിന് സഹയാത്രികർ ചെയ്യുന്ന ഈ പണിയുണ്ടല്ലോ, പാർട്ടിക്കില്ലാത്ത ഉളുപ്പ് പോലും നിങ്ങൾക്കില്ലാതെ പോകുന്നത് ചുടുകാട്ടിലേക്കാണ്. ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷയായ ഒരു പ്രസ്ഥാനത്തെ നിങ്ങൾ കൊണ്ടുപോകുന്നത്. എനിക്ക് CPMനോട് അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുണ്ട്. പക്ഷേ ഇത്ര ഗതികെട്ട പാർട്ടി നിൽക്കുന്നത് കാണുമ്പോൾ വലിയ സഹതാപം തോന്നുന്നത്. ആർജവമില്ലാത്ത ഈ നിലപാട് കാണുമ്പോൾ അങ്ങേയറ്റത്തെ സഹതാപമാണ് ഇപ്പോൾ എനിക്ക് CPMന്റെ നേതൃത്വത്തോടും CPMനോട് തോന്നുന്നത്. അതിലപ്പുറത്ത് ഈ സഹയാത്രികരോട് തോന്നുന്നത്. ശരി, ശ്രീ VP ശ്രീപത്മനാഭൻ, മെയ് 23 ദത്താത്രേയ ഹൊസബലയെ ADGP MR അജിത് കുമാർ കാണുന്നത്. അത് കഴിഞ്ഞ് ദിവസങ്ങൾക്കകം ജൂൺ 2 റാം മാധവനെ കോവളത്ത് വെച്ച് കാണുന്നത്. ഇപ്പൊ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ RSSന്റെ നേതാക്കളെ പോയി കണ്ടാൽ എന്താ തുടങ്ങിയ ഒഴുക്കൻ മറുപടികൾക്കപ്പുറത്ത് വെറുതെ അങ്ങ് പോയി കാണില്ലല്ലോ. അതൊരു മിഷന്റെ ഭാഗമായിരിക്കാം, അല്ലായിരിക്കാം. വെറുതെ പോയി കാണുക എന്ന ഒരു സമീപനമേ ഇല്ല. കേരളം ഇടതുമുന്നണി ഭരിക്കുമ്പോൾ ഇടതുമുന്നണിയുടെ ഈ എക്സിക്യൂട്ടീവിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതും ആഭ്യന്തര വകുപ്പിന്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ RSS നേതാക്കളെ ചെറിയ ഇടവേളകളിൽ ആവർത്തിച്ചു കാണുന്നു എന്ന വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യം ഒരു വശത്ത്. രണ്ടാമത്തേത്, ഇന്നത്തെ ഷംസീറിന്റെ പ്രസംഗത്തെക്കുറിച്ച്, ഷംസീറിന്റെ വാചകങ്ങളെക്കുറിച്ച് ഇവിടെ ശ്രീ ഷിബു മീരാൻ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ RSSനെ പരാമർശിക്കുമ്പോൾ സാധാരണ നിലയിൽ പ്രത്യേകിച്ച് മലബാറിലെ CPM നേതാക്കളൊക്കെ ചില വാചകങ്ങൾ അതിനോട് കൂട്ടിച്ചേർത്തിട്ടാ പറയാം. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു തമാശ ഉണ്ടായിരുന്നു. ഒരിക്കൽ ദേശാഭിമാനിയിൽ വന്നു അത്രേ, ഒരു കുട്ടിയെ കിണറ്റിൽ വീണപ്പോൾ ഒരു RSSകാരൻ രക്ഷിച്ച സമയത്ത് കിണറ്റിൽ വീണ കുട്ടിയെ RSS ഗുണ്ട രക്ഷപ്പെടുത്തി എന്ന് വാർത്ത വന്നു അത്ര. തമാശ കേട്ടോ, ശരിക്കും അങ്ങനെ ഉണ്ടായി എന്നല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ RSS എന്ന് പറഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ ഗുണ്ടാന്നോ കാബാലികനോ ഒക്കെ ചേർത്ത് വിളിക്കുന്ന ശീലം അതിപ്പോ പത്രത്തിന്റെ ടൈപ്പ് സെറ്റിംഗിലായാലും മനസ്സിലായാലും സൂക്ഷിച്ചിരിക്കുന്ന ആളുകളാണ് CPMകാർ. അവരിപ്പോൾ നിങ്ങളെ പുകഴ്ത്തുന്നു, പ്രധാന സംഘടന പ്രമുഖർ എന്നൊക്കെ വിളിക്കുന്നു. പോയി കണ്ടാൽ ഇപ്പോൾ എന്താ രാജ്യം ഭരിക്കുന്ന ആളുകളല്ലേ എന്നൊക്കെ അവർക്ക് തോന്നുന്നു. എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല അഭിലാഷേ, ഞാനൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ഒരു മുദ്രാവാക്യം കോൺഗ്രസ്സുകാർ വിളിക്കുന്നത് കേട്ടിരുന്നു. KK കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി സിന്ദാബാദ്. കരുണാകരൻ്റെ മോള് BJP ചേർന്നു, AK ആന്റണീൻ്റെ മോൻ BJP ചേർന്നു. ഉമ്മൻചാണ്ടീൻ്റെ മോനും ചേരാൻ ഒരു വിരോധമില്ല, ഒരു തടസ്സമില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ വലിയ വമ്പൊന്നും പറയണ്ട. കോൺഗ്രസിൻ്റെ അകത്ത് ഒരു ബോംബ് പൊട്ടാൻ പോകുന്നുണ്ട്. ഞാനിപ്പോൾ അത്രേ പറയുന്നുള്ളൂ, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇപ്പോൾ റാം മാധവിനെയും മറ്റേ എന്താ പറയുക ദത്താജിയെയും, റാം മാധവ്ജിയെയും ദത്താജിയെ കണ്ടത്, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിശദീകരിക്കേണ്ട ആവശ്യവുമില്ല. മാത്രമല്ല ഞങ്ങളെ ജോലി അതല്ല. അത് വിശദീകരിക്കേണ്ടത് ഒന്നുകിൽ ദത്താജി വിശദീകരിക്കണം, അല്ലെങ്കിൽ റാം മാധവ്ജി വിശദീകരിക്കും, അല്ലെങ്കിൽ RSSന്റെ ഔദ്യോഗിക വക്താക്കൾ ആരെങ്കിലും വിശദീകരിക്കും അവരെ ഭാഗത്തു നിന്ന്. മറുഭാഗത്തു നിന്നും MR അജിത് കുമാർ വിശദീകരിക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിശദീകരിക്കണം. BJPക്ക് അതിൽ വിശദീകരിക്കാനുള്ള അധികാരമില്ല, ഞങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല. സംഘത്തിൻ്റെ കാര്യങ്ങൾ സംഘം തന്നെ പറയും. സംഘത്തിന് അതിനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ട്. അവർക്ക് കാര്യങ്ങൾ എന്താ പറയുക ഇന്നതാണ് എന്ന് ഈ ലോകത്ത് ആരുടെ മുഖത്ത് നോക്കി പറയാനും യാതൊരു മടിയില്ല. ആരെയും പേടിക്കാത്ത, ഈ ലോകത്ത് ദൈവം തമ്പുരാനെ അല്ലാതെ മറ്റൊന്നിനെയും പേടിക്കാത്ത ഒരു വിഭാഗമാണ് RSSകാർ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇതൊന്നും വിഷയമല്ല. അപ്പോൾ സമയമാകുമ്പോൾ അവർ പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ, എനിക്ക് അറിഞ്ഞുകൂടാ താല്പര്യമുണ്ടോ വിശദീകരിക്കാനുണ്ടോ, ഉണ്ടെങ്കിൽ അവർ പറയും. പിന്നെ ഇതിൽ യാതൊരു നിയമവിരുദ്ധതയും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
നിയമവിരുദ്ധം ഇല്ലാത്തടത്തോളം കാലം ഒരു IPS ഉദ്യോഗസ്ഥനെ ചുമതലയിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. നിങ്ങളെ വിംസ് ആൻഡ് ഫാൻസീസ് പ്രകാരം ഒരു IPS ഉദ്യോഗസ്ഥനെ മാറ്റാൻ പറ്റില്ല. ഓർമ്മയുണ്ടോ? സെൻകുമാറിനെ മാറ്റി അയാൾ സുപ്രീം കോടതി പോയി ഉത്തരവ് വാങ്ങിയിട്ട് മുഖ്യമന്ത്രിൻ്റെ മൂക്കിന് താഴെ DGP ആയിട്ട് 1.5 കൊല്ലം ഇരുന്നിട്ട് അങ്ങോട്ട് പോയത്. നിങ്ങളെ ഒരു വിംസ് ആൻഡ് ഫാൻസീസ് അനുസരിച്ചൊന്നും ഒരു ഉദ്യോഗസ്ഥനെ ചുമതലയിൽ നിന്ന് മാറ്റാൻ പറ്റൂല. അദ്ദേഹം സുപ്രീം കോടതി പോയ വിവരം അറിയും. അദ്ദേഹം നിയമപ്രകാരം തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഈസ് ദർ എനി ലോ ഇൻ ദിസ് കൺട്രി വിച്ച് പ്രിവെൻസ് ആൻ IPS ഓഫീസർ ഫ്രം മീറ്റിംഗ് ആൻ RSS ഓഫീസ് ബിയറർ? ഉണ്ടോ? ഒരു RSSന്റെ ഉത്തരവാദിത്തമുള്ള ആളെ കാണുന്നതെന്നും ഒരു IPS ഉദ്യോഗസ്ഥനെ വിലക്കുന്ന നിയമം ഇന്ത്യയിലുണ്ടോ? വെറുതെ സതീശൻ പൊട്ടിക്കും പോലെ ഉണ്ടയില്ല വെടി പൊട്ടിക്കല്ല. ഞാൻ നേരത്തെ അതാ പറഞ്ഞത്. ഔചിത്യം പാലിക്കണ്ടേ? നോക്കൂ, ഒരിക്കൽ ശിവശങ്കർ എന്ന IAS ഉദ്യോഗസ്ഥൻ CPIയുടെ ഓഫീസിൽ പോയി ഒരു കാര്യം ബ്രീഫ് ചെയ്യാൻ പോയപ്പോ അന്ന് BJP എടുത്ത നിലപാടെന്താണ്? CPIയുടെ ഓഫീസിൽ പോയി കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ആളാണോ ശിവശങ്കർ എന്ന് ചോദിച്ചില്ലേ? ഔചിത്യം എന്നൊരു കാര്യമുണ്ടല്ലോ. ബ്യൂറോക്രസി എന്ന് പറയുന്നത് സർക്കാരിന് കീഴിൽ നിൽക്കുമ്പോൾ പൂർണ്ണമായും സർക്കാരിന് വിധേയപ്പെട്ടു അതേസമയം തന്നെ നിഷ്പക്ഷമായും പ്രവർത്തിക്കേണ്ടതാണ്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളുടെയും മതസംഘടനകളുടെയും ഒക്കെ ഓർഡർ എടുക്കാനും അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ നടത്താനും പോകേണ്ട ആളുകളാണ് ഉദ്യോഗസ്ഥർ. ഞാൻ പറയാം, ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി അവരുടെ ഓഫീസിൽ പോയി സംസാരിക്കുന്നതിൽ രാഷ്ട്രീയം വരും. RSS ഒരു രാഷ്ട്രീയ സംഘടനയല്ല, അതൊരു സാംസ്കാരിക സംഘടനയാണ്. RSS ഒരു സാംസ്കാരിക NSS പോലെ അല്ലെങ്കിൽ SNDP പോലെ ഒരു സാംസ്കാരിക സംഘടനയാണ്. അവരുടെ ഓഫീസിൽ പോകാം, അതിൽ മറ്റേത് രാഷ്ട്രീയം വരും, പൊളിറ്റിക്സ് വരും. ഇവിടെ പൊളിറ്റിക്സ് ഇല്ല, RSSന് ഒരു രാഷ്ട്രീയവുമില്ല. പിന്നെ സതീശനോടും UDFകാരോടും ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾക്കിപ്പോൾ പൂർണ്ണമായും ബോധ്യമായല്ലോ CPM-ഉം അല്ലെങ്കിൽ പിണറായി വിജയനും BJPയും തമ്മിൽ അന്തർധാരയുണ്ടെന്ന്. നാട്ടുകാർക്ക് ബോധ്യമായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ബോധ്യമായല്ലോ. ഇന്ന് രാത്രി കത്തയക്കി രാഹുൽ ഗാന്ധിക്ക്, അമേരിക്കയിൽ മെയിലയക്കി ഈ CPM-നെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കാൻ. അത് ചെയ്യൂല. ഇപ്പോഴും ആഗ്രഹമുണ്ട്, നാളെ എങ്ങാൻ കേന്ദ്രത്തിൽ നിതീഷ് കുമാറോ ചന്ദ്രബാബു നായിഡോ പിന്തുണ പിൻവലിച്ചാൽ CPM-ന്റെ നാളാളെയും കൂട്ടി ഭരിക്കാനുള്ള മോഹമായിട്ട് നടക്കുക. ഒന്നുകിൽ നിങ്ങൾ CPM-നോട് പോയി പണി നോക്കാൻ പറ. നിങ്ങൾ ഒരു കൈ CPM-ന്റെ തോളിലാണ്, മറ്റേ കൈ കൊണ്ട് CPM-ന്റെ പുറത്ത് കുത്താൻ നോക്കുക. എന്ത് രാഷ്ട്രീയം അത്? നിങ്ങൾ ഒന്നുകിൽ CPM-നെ തള്ളിപ്പറ, അല്ലെങ്കിൽ നിങ്ങൾ CPM-നെ കൂടെ കൂട്ട്. നിങ്ങൾ കേരളത്തിൽ CPM-ന്റെ ഏക സംസ്ഥാനം കേരളം. CPM-ന് 4 ലോക്സഭാ സീറ്റ്, അതിൽ 3 കോൺഗ്രസ്സുകാരുണ്ടാക്കി കൊടുത്ത. തമിഴ്നാട്ടിലെ 2 രാജസ്ഥാനിലെ സിക്കാറും. രാജസ്ഥാനിലെ സിക്കാറിൽ 2019 CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 30,000 വോട്ടാ. അതേ സ്ഥാനാർത്ഥി ഇക്കൊല്ലം ജയിച്ചു, കോൺഗ്രസ്സുകാർ ജയിപ്പിച്ചു കൊടുത്ത. ആ പാർട്ടിയാണ് ഞങ്ങളെ കൂടെ സഖ്യം ഉണ്ടാക്കിയെന്ന് നിങ്ങൾ പറയുന്നത്. പുറത്താക്കേ അവരെ ഇന്ത്യ മുന്നണിയിൽ നിന്ന്. എന്തിനാ ചുമന്നോണ്ട് നടക്കുന്നത് CPM-നെ? ചുമന്നോണ്ട് നടക്കുന്നത് എന്തിനാ CPM-ന് ഇത്ര മോശമാണെങ്കിൽ? അപ്പൊ ചുമന്നോണ്ട് നടക്കുകയും വേണം, കുറ്റം പറയുകയും വേണം. അതാ പറഞ്ഞത്, നാണം കെട്ട ഉണ്ടയില്ലാത്ത വെടിയാ സതീശൻ്റെത്. ശരി, ഓക്കെ. ശ്രീ റെജി ലൂക്കോസ്, ഇനി നമ്മൾ വേറൊരു വിഷയത്തിലേക്ക് വന്നാൽ, ആരാണ് അൻവറിന് പിറകിൽ? അൻവർ ഒറ്റയ്ക്കാണോ പോരാട്ടം നടത്തുന്നത്? അൻവറിന് പിറകിൽ കണ്ണൂരിൽ നിന്നുള്ള ആരുമില്ല എന്ന് ഇന്നിപ്പോ MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുകയാണ്. ഒറ്റയ്ക്ക് പോരാട്ടം നടത്താൻ മാത്രം പ്രാപ്തനാണോ അൻവർ? അത് അൻവർ പറയേണ്ട മറുപടി. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൂടെ നിങ്ങൾ പല പ്രാവശ്യം ചോദിച്ചാൽ പറഞ്ഞ ദൈവമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ശിവമീരൻ ഒരു മറുപടി അർഹിക്കുന്നുണ്ട്. അത് പറയാൻ എന്നെ അനുവദിച്ചേ പറ്റൂ. എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തരണം സംസാരിക്കാനുള്ളത്. അദ്ദേഹം ഞങ്ങളെക്കുറിച്ച്, സഹയാത്രികരെക്കുറിച്ച്, പാർട്ടി മെമ്പർമാരെക്കുറിച്ച് എല്ലാം അദ്ദേഹം സഹതാപം പ്രകടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീര് വീണു. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നു അദ്ദേഹത്തിനോട്, നിങ്ങളല്ലേ യഥാർത്ഥത്തിൽ സഹതാപം അർഹിക്കുന്നവർ? ഇവിടെ വിചാരധാര എന്നും പറഞ്ഞ RSSന്റെ ഒരു പൂജ്യ ഗ്രന്ഥമുണ്ട്. അതിലെഴുതി വെച്ചിരിക്കുന്നതെന്ന് ബീരാനെ ഞാൻ പ്രത്യേകം പഠിപ്പിക്കണ്ടല്ലോ. ഇന്ത്യയിൽ നിന്ന് പുറത്താക്കേണ്ടത് ആദ്യം കമ്മ്യൂണിസ്റ്റ്, രണ്ടാമത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട, മൂന്നാമത് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ ആ ഗ്രന്ഥത്തിൽ അതേ പൂജിക്കുന്നവരുമായിട്ട് നിങ്ങളല്ലേ വടകരയിലും പിന്നെ ബേപ്പൂരിലും സഖ്യം ഉണ്ടാക്കി, കോലിയും സഖ്യം ഉണ്ടാക്കി ജനങ്ങളെ വഞ്ചി, നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾ ഇലക്ഷനെ നേരിട്ടവർ. തൃശ്ശൂരിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഒരാൾ വിജയിച്ചു കയറാനായിട്ട് കോൺഗ്രസിന് 86,000 വോട്ട് നഷ്ടപ്പെടുത്തിയവരോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ പിന്തുണ കൊടുത്തില്ല, നിങ്ങളുടെ ചങ്കിക്കൊടുത്ത് പറയാൻ പറ്റുമോ? ഞാൻ മൂന്നാമതൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എവിടുത്തെ വർഗീയത? ഞാൻ നേരത്തെ ഒരു കാര്യം ചോദിച്ചല്ലോ, കോൺഗ്രസിൻ്റെ ഒരു MP അവര് BJPയുടെ നേതൃത്വമായിട്ട് സംസാരിച്ചിരിക്കുന്നു, എനിക്ക് ചേരണമെന്ന് പറഞ്ഞുകൊണ്ട്. എങ്ങോട്ടാ? BJPയിലേക്ക്. അപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങൾ മറുപടി പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ള? അങ്ങനെയാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസിനെതിരെ കള്ള വാർത്ത കൊടുത്ത് ഒറ്റ കേസ് കൊടുക്കാൻ, ഒരു ഡിഫമേഷൻ പെറ്റീഷൻ കൊടുക്കാൻ ഈ ബീരാനോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ തയ്യാറാകുമോ? തയ്യാറാവുമെങ്കിൽ ഇപ്പൊ പറയൂ.
പിന്നെ നിങ്ങൾ ഇവിടെ ചർച്ചയിലൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ പാർട്ടിക്കാർ ഞങ്ങൾക്ക് 3.5 വർഷമായിട്ട് ഈ പറയുന്ന SPIയും അതുപോലെ MR അജിത് കുമാറിൻ്റെ അട്രോസിറ്റികളെ കുറിച്ചും അവരുടെ ജനങ്ങളെ പീഡിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ അറിയാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അവിടെ ഏറ്റവും എത്ര MLA മാരുണ്ട്? ഏതെങ്കിലും MLA നെഞ്ചു വിരിച്ച നിയമസഭയിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് അല്ലെങ്കിൽ സ്പീക്കർക്ക് ഔദ്യോഗിക അറിവോടുകൂടി നിങ്ങൾക്ക് ആ നിയമസഭയിൽ എന്തുകൊണ്ട് അവതരിപ്പിച്ചുകൂടാ? നിങ്ങൾ ഇപ്പം പറയുന്നു ഞങ്ങൾക്ക് അറിയാവുന്ന ഇപ്പൊ നിങ്ങളാണ് ഇരട്ടത്താപ്പിൽ യഥാർത്ഥത്തിൽ നിങ്ങളാണ് സഹതാപം അർഹിക്കുന്നത്. നിങ്ങൾക്ക് സഹതാപം പോലും അർഹിക്കുന്നില്ല. നിങ്ങളുടെ പാർട്ടി അണികളെ നിങ്ങൾ വഞ്ചിക്കുവാണ്. പിന്നെ CPM സഖാക്കളെയും CPM സഹയാത്രികരുടെയും സഹതാപമൊന്നും പ്രിയപ്പെട്ട ബീരാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു സുഹൃത്താണ്. താങ്കൾ ഒരിക്കലും സഹതാപം ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം എന്താ അറിയോ? സഹതാപത്തിന് വേണ്ടിയിട്ടല്ല CPI പ്രവർത്തിക്കുന്നത്, ജനങ്ങളുടെ ഉന്നമതിക്ക് വേണ്ടിയിട്ടാ, മതേതരകാക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങളെപ്പോലെ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങളെ പുറത്താക്കണമെന്ന് പറഞ്ഞ പ്രസ്ഥാനവുമായിട്ട് കൈകോർത്ത് രാഷ്ട്രീയത്തിൽ ഇലക്ഷന് പോലും ബേസ് ചെയ്ത നിങ്ങളെപ്പോലെ ഒന്നും ഞങ്ങൾ ചെയ്യത്തില്ല. നിങ്ങൾ ഒരു കാരണവശാലും ആ രീതിയിലുള്ള വാദഗതിയായിട്ട് വരണ്ട. അതുകൊണ്ട് വൈദ്യരെ സ്വയം ചികിത്സിക്കുക. ഇപ്പൊ എന്നോട് അഭിലാഷ് ഒരു ചോദ്യമുണ്ട്. ആരുടെ അല്ലല്ല, എനിക്ക് ജേക്കബ് സാറിന് പറഞ്ഞു മറുപടി വേണം. ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. ജേക്കബ് ജോർജ് സാറ് പറഞ്ഞതിനോട് ഞാൻ യോജിച്ചാണ് ആ ചർച്ചയുടെ തുടക്കം തുടങ്ങിയത്. LDF ഭരിക്കുമ്പോൾ ഒരു IPS ഉദ്യോഗസ്ഥനായ ആരാണെങ്കിലും രഹസ്യമായിട്ട് RSSന്റെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ പോയി രഹസ്യ കൂടിക്കാഴ്ച നടന്നു പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. ഒരു തർക്കമില്ല കാര്യത്തിൽ. ലക്ഷക്കണക്കിന് മതേതരത്തിലും കേരളത്തിലെ മതസൗഹാർദ്ദത്തിലും വിശ്വസിക്കുന്നവർ ഒരു വർഗീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന 2ാമനെ പോയി കണ്ടാൽ, ആ സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോയി കണ്ടെന്ന് പറഞ്ഞാൽ ഏത് കോൺഗ്രസിലും അത് തെറ്റാണെന്ന് ചിന്തിക്കുന്നത്. ശരി, അല്ല ശ്രീ റെജി ലൂക്കോസ് തെറ്റാണെന്ന് ചിന്തിക്കുന്നു, പക്ഷേ ആക്ഷൻ ഒന്നുമില്ല. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഞാൻ ചോദിച്ചത്, ഞാൻ ഒരു ഉദാഹരണം പറയാം. 1ാം പിണറായി സർക്കാർ നേരിട്ട ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്വർണ്ണക്കടത്ത് കേസാണ്. 2ാം പിണറായി സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ സംഭവം ഇപ്പോ ഈ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. 1ാം പിണറായി സർക്കാരിൽ ശിവശങ്കർ ആയിരുന്നെങ്കിൽ 2ാം പിണറായി സർക്കാരിൽ ഇദ്ദേഹം MR അജിത് കുമാർ. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു CPMന്റെ സംസ്ഥാന സെക്രട്ടറി. അന്ന് ആ വിഷയം വന്നപ്പോ എന്താണ് ശ്രീ റെജി ലൂക്കോസ് CPM എങ്ങനെയാണ് അതിനെ ഡിഫെൻഡ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടാവല്ലോ. അന്ന് ടെലിവിഷൻ ചാനലുകളിലേക്ക് ഇതുപോലെയുള്ള ചർച്ചകൾക്ക് CPMന്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് P രാജീവിനെയും KN ബാലഗോപാലിനെ അയച്ചു. MP രാജേഷും M സ്വരാജും പിന്നെ ഈ AN ഷംസീറും അതുപോലെ തന്നെ A റഹീമും, ഇങ്ങനെ 6 പേരുടെ പാനൽ എല്ലാ പ്രമുഖ ചാനലിലും ഒരു ദിവസം ഒരാൾ എന്നുള്ള നിലയിൽ ഉറപ്പാക്കി. AKG സെന്ററിൽ നിന്ന് തന്നെ ഇവർ ഒരു ദിവസം ഒരു ചാനലിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കി. അതിനുശേഷം ഈ ചാനൽ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഈ 1 മണിക്കൂർ മാത്രമല്ലല്ലോ. അതിനുശേഷം ഇതിന്റെ ക്ലിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ അണികൾക്ക് പ്രചരിപ്പിക്കേണ്ടത്, വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റും. ഇവിടെ നിന്നാണ് അണികൾ, ഈ ചർച്ചയിൽ നിന്ന് വരുന്ന പോയിന്റുകളിൽ നിന്നാണ് അണികൾ പോയിന്റ് എടുത്ത് അവരുടെ രാഷ്ട്രീയ എതിരാളികളെ സോഷ്യൽ മീഡിയയിൽ നേരിടുക. ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി സമ്പൂർണ്ണമായ ഒരു പ്രതിരോധ കവചം തീർക്കാൻ അന്ന് ടെലിവിഷൻ ചാനലുകളിലേക്ക് ആളുകൾ പോയി പ്രമുഖരായ സെക്രട്ടേറിയറ്റിൽ നിന്നടക്കമുള്ള നേതാക്കളെ CPM നിയോഗിക്കുന്നു. അവരുടെ പോയിന്റുകൾ ആധാരമാക്കി സോഷ്യൽ മീഡിയ വഴി വലിയ ഒരു ഡിഫൻസ് CPM പടുത്തുയർത്തുന്നു. എന്നാൽ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ വിവാദം വരുമ്പോൾ ആരെയും കാണുന്നില്ല. ടെലിവിഷൻ ചാനലുകളിൽ ചർച്ചയ്ക്ക് പോലും ആരും വരുന്നില്ല. പാർട്ടി പിൻവാങ്ങി നിൽക്കുകയാണ്. പാർട്ടി ഡിഫൻസിനില്ല. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ഇക്കുറി സംരക്ഷിക്കേണ്ടതില്ല, ഡിഫെൻഡ് ചെയ്യേണ്ടതില്ല, അവർക്ക് ഒരു സംരക്ഷണ കവചം ഒരുക്കി കൊടുക്കേണ്ടതില്ല എന്ന് ഈ പാർട്ടി തീരുമാനിച്ചത്? ശ്രീ റെജി ലൂക്കോസ്, താങ്കളെ പോലെയുള്ള ആളുകളെ വെയിൽ കൊള്ളാൻ വിട്ടിട്ട് CPM നേതാക്കൾ എല്ലാവരും ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കാനില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? അഭിലാഷെ, വളരെ പൂർവ്വബുദ്ധിയോടുള്ള ചോദ്യം ചോദിച്ചു. അതിന് മറുപടി വരെ ഞാൻ അശക്തരാണ്. ഞാൻ അത്ര വലിയ നേതാവൊന്നുമല്ല. അതൊക്കെ തീരുമാനിക്കേണ്ട പാർട്ടിയാണ്. പാർട്ടിക്ക് അതിൻ്റെതായ ലക്ഷ്യം ഉണ്ടാവും. പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടൊരു ചർച്ച വന്നിരിക്കണമെന്ന് തോന്നിക്കാണത്തില്ലായിരിക്കും. അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഞാനതിന് മറുപടി പറയാൻ അശക്തനാണ്. എന്നോട് ആ ചോദ്യം ചോദിച്ചത് കാരണം ഒരിക്കലും അത് മറുപടി പറയാനായിട്ടുള്ള യോഗ്യത എനിക്കില്ല. അത് പാർട്ടി തീരുമാനിക്കും. CPM എന്ന് പറഞ്ഞാൽ പാർട്ടി തീരുമാനിക്കട്ടെ. അതിനൊരു നല്ല സെൻസിലുള്ള ഒരു ചിന്ത നമ്മൾ പാർട്ടിക്ക് ഉണ്ടായിരിക്കാം. താങ്കൾ അതിന് മറുപടി പറയാൻ അശക്തനാണ് എന്ന പോയിന്റ് ഞാൻ എടുക്കുന്നു. അത് ന്യായമാണ്. ശ്രീ ജേക്കബ് ജോർജ്, എന്തുകൊണ്ട് CPM ഇക്കുറി മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഒരു പ്രതിരോധ കവചം തീർക്കാൻ പാർട്ടി ഇറങ്ങാത്തത്? ടെലിവിഷൻ ചാനലുകളിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ചില CPM അണികൾ അൻവറിനെ പ്രകീർത്തിക്കുന്നതിനപ്പുറത്ത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും പ്രതിരോധ കവചം തീർക്കാൻ CPM അണികളെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ല. ചാനൽ ചർച്ചയിലേക്ക് CPM പ്രതിനിധികളെ പോലും അയക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ സ്വപ്ന വെളിപ്പെടുത്തൽ നേരിട്ട മാതൃകയിൽ ചാനലുകളിലും പൊതുമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും CPM ഇത് നേരിടാത്തത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ഡിഫെൻഡ് ചെയ്യാത്തത്? താങ്കൾക്ക് എന്ത് തോന്നുന്നു ശ്രീ ജേക്കബ് ജോർജ്? പറയാം അഭിലാഷേ. ശരിക്കും പറഞ്ഞാൽ അഭിലാഷ് റെജി ലൂക്കോസിനോട് ചോദിച്ച ചോദ്യം വളരെ ആപ്റ്റാണ്, കറൻ്റാണ് അങ്ങേയറ്റം.
ഞാൻ ആ ചോദ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു, യാതൊരു സംശയവുമില്ല. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് CPM ഇത്രയും കാലം RSSനോട് പടവെട്ടിയിട്ട് RSSൻ്റെ മുമ്പിൽ ഒത്തിരി ബലിയാടുകളെ കൊടുത്തിട്ട് ഇപ്പോൾ RSSനെ കാണാൻ പോയ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നു, അയാൾക്ക് കുട പിടിച്ചു കൊടുക്കുന്നു എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. ഞാനും ആ ചോദ്യത്തെ ആ നിലയ്ക്ക് തന്നെ അംഗീകരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളിൽ നടന്ന കേരള രാഷ്ട്രീയത്തിൻ്റെ രത്നച്ചുരുക്കമാണ് അഭിലാഷിൻ്റെ ആ ചോദ്യത്തിലുള്ളത്. സംശയമൊന്നുമില്ല. റെജി ലൂക്കോസ് അവിടെ പരിങ്ങി നിൽക്കുന്നതും കണ്ടു. ഇവിടെയൊക്കെ രാഷ്ട്രീയത്തിൽ എവിടെയാണെങ്കിലും, അമേരിക്കയിലാണെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലാണെങ്കിലും നേർക്ക് നേർ നിന്ന് ജനങ്ങളുടെ മുമ്പിൽ അവരുടെ വിശ്വാസം നേടുക എന്നുള്ളത് തന്നെ ആയിരിക്കണം രാഷ്ട്രീയം. അതുതന്നെയാണ് ഇവിടെയും. ഞാൻ പറയാമല്ലോ, എനിക്ക് പിണറായി വിജയനെ നന്നായിട്ടറിയാം, CPM നേതൃത്വത്തെ എനിക്ക് നന്നായിട്ടറിയാം. കണ്ണൂർ രാഷ്ട്രീയം, അതിൻ്റെ അകത്ത് ഒഴുകിയ ചോരപ്പുഴകൾ, അതൊക്കെ നമ്മൾ എത്രയോ കണ്ടതാ. പക്ഷേ പ്രത്യേകിച്ച് എനിക്ക് RSSനുമായിട്ട് കൂട്ടുകൂടുന്ന എന്തെങ്കിലും ഒരു നയം എവിടെയെങ്കിലും CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ആരുടെയും വിദൂരമായ സംശയത്തിൽ പോലും CPM RSS ചങ്ങാത്തം എന്ന കാര്യം ഉണ്ടാകരുത് രാഷ്ട്രീയമായി. അങ്ങനെ ഇരിക്കെ അങ്ങനെ ഒരു ആരോപണം വന്നിട്ടും MR അജിത് കുമാർ ഇപ്പോഴും ADGP ലോ ആൻഡ് ഓർഡർ ആണ്. ഈ വിഷയത്തിൽ അതായത് CPM ഒരു കാരണവശാലും കേൾക്കാൻ പാടില്ലാത്ത ഒരു ആരോപണം കേട്ടിട്ടും അതിന് ആക്ട് ചെയ്യാൻ പാർട്ടിക്ക് പറ്റുന്നില്ലേ? എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധിക്കാൻ, അതിനെ ഡിഫെൻഡ് ചെയ്യാൻ CPM ഇറങ്ങാത്തത്? ഇത് വളരെ വളരെ കൗതുകകരമായ രാഷ്ട്രീയ ചോദ്യങ്ങളാണ് കേരളത്തിൽ ഉയരുന്നത്. ശരിയാണ്. അതൊരു നമുക്ക് ഈ പ്രഹേളിയ എന്നൊക്കെ പറയുന്ന ക്ലീശേ വാക്കുകളുണ്ടല്ലോ, പണ്ടത്തെ പഴഞ്ചൻ വാക്കുകൾ, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു ദുരൂഹമായ കാര്യമാണ്. ഞാനും ആ നിലയ്ക്ക് ആ അഭിലാഷിൻ്റെ ആശയം ഉൾക്കൊള്ളുന്നു. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് CPM ഒരു കാലത്തും BJPയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയല്ല. രണ്ടാമത് RSSുമായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും EP ജയരാജൻ എവിടെയായിപ്പോൾ? ഇടതുപക്ഷ മുന്നണി കൺവീനറായിരുന്ന EP ജയരാജൻ എവിടെയാണ്? ജാവ്ദേക്കർ എന്നയാൾ അദ്ദേഹത്തെ EP ജയരാജനെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിൽ പോയി സന്ദർശിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ജോലി പോയത്. അഭിലാഷ്, നമുക്കറിയാമല്ലോ. ജാവ്ദേക്കർ പോയി കണ്ടതിനാണ്. പക്ഷെ അതിനേക്കാൾ എത്രയോ ഗൗരവമേറിയതാണ് കേരളത്തിലെ കിട്ടാത്ത ആനുകൂല്യം MR അജിത് കുമാറിന് കിട്ടുന്നുണ്ട്. ഞാൻ പറയാം, CPM RSSനോട് ചേരുന്നില്ല എന്ന് മാത്രമല്ല, ചേരുന്നില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക കൂടി വേണ്ടേ പൊളിറ്റിക്കലി? ഞാൻ CPMന്റെ ആ പാർട്ടിയുടെ നില എന്നുള്ള നിലയിൽ പറയാം. തീർച്ചയായിട്ടും ഞാൻ യോജിക്കുന്നു അഭിലാഷേ, തീർച്ചയായിട്ടും. പക്ഷേ അഭിലാഷേ, ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, CPM ഗവൺമെൻറ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ഒരു ആളെ സംരക്ഷിക്കുമെന്ന്, MR അജിത് കുമാറിനെ സംരക്ഷിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ MR അജിത് കുമാറിൻ്റെ സ്ഥാനം തെറിക്കും. പക്ഷേ അത് ഫുൾ പ്രൂഫ് ആക്കിയിട്ട് അദ്ദേഹം രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാത്ത തരത്തിൽ മാത്രമേ ഗവൺമെന്റ് അത് ചെയ്യൂ. അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഓക്കെ, നമുക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം സമയം പോലെ മടങ്ങി വരാം. PV അൻവർ MLA ADGP MR അജിത് കുമാറിനെതിരെയും കേരള പോലീസിനെതിരെയും വെടിപൊട്ടിച്ചിരുന്ന 10ാമത്തെ ദിവസമാണ്. 10 ദിവസം പിന്നിട്ടിട്ടും ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയിൽ MR അജിത് കുമാർ തുടരുകയാണ്. ഇന്നും മാധ്യമങ്ങളുടെ മുമ്പിൽ തന്റെ പരാതികളുടെ, ആരോപണങ്ങളുടെ കെട്ട അഴിച്ചിട്ടുണ്ട് PV അൻവർ. പക്ഷേ അതൊക്കെ ബധിര കർണങ്ങളിലാണ് പതിക്കുന്നത്. മുഖ്യമന്ത്രി അതൊന്നും കേട്ട മട്ടില്ല. നാളെയെങ്കിലും ഇക്കാര്യം മുഖ്യമന്ത്രി കേൾക്കുമോ? നാളെയോ മറ്റന്നാളോ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഒരു മറുപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും. ഇനി സമയപരിമിതി ഉള്ളതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളില്ല. എൻ്റെ 4 പാനലിസ്റ്റുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.